ഡൽഹി ജിങ്കാന ക്ലബിന് പിന്നാലെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ മറ്റൊരു അതിശക്തമായ എലൈറ്റ് ശക്തി കേന്ദ്രത്തിന് കൂടി സുപ്രീം കോടതിയുടെ പൂട്ട് വീണിരിക്കുകയാണ്. VIP-കളുടെയും ശതകോടീശ്വരന്മാരുടെയും പ്രധാന താവളമായ ചരിത്രപ്രസിദ്ധമായ ഡൽഹി ഗോൾഫ് ക്ലബിന്റെ ഭാഗങ്ങൾ ഉടൻ അടച്ചുപൂട്ടാനും സീൽ ചെയ്യാനുമാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേവലം ഒരു സ്പോർട്സ് ക്ലബ് എന്നതിനപ്പുറം ബ്യൂറോക്രാറ്റുകളും ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന വലിയൊരു അധികാര കേന്ദ്രമാണിത്. എന്നാൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് മുകളിലല്ല ഈ എലൈറ്റ് ലോകമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ഹസാനുദ്ദീൻ അമാനുള്ള, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഈ കടുത്ത നടപടി. മെയ് 27 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ക്ലബ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന മുഗൾ കാലഘട്ടത്തിലെ ചരിത്ര സ്മാരകങ്ങളായ ലാൽ ബംഗ്ല 1, ലാൽ ബംഗ്ല 2 എന്നിവയ്ക്ക് ചുറ്റും 100 മീറ്റർ നിരോധിത മേഖല പ്രഖ്യാപിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 1958 പുരാതന സ്മാരക സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് ഈ സംരക്ഷിത സ്മാരകങ്ങളിൽ നിന്ന് വെറും 3 മീറ്റർ മാത്രം അകലെയാണ് ക്ലബിന്റെ അത്യാധുനിക അടുക്കളയും മറ്റു നിർമ്മാണങ്ങളും പ്രവർത്തിച്ചിരുന്നതെന്ന് കോടതി കണ്ടെത്തി. കോടതി നിയോഗിച്ച കമ്മീഷണർമാരുടെ റിപ്പോർട്ടിൽ ഈ ചരിത്ര സ്മാരകങ്ങൾ അതീവ ദയനീയമായ അവസ്ഥയിലാണെന്നും കാട്ടുചെടികളാൽ മൂടപ്പെട്ടിരിക്കുകയാണെന്നും കണ്ടെത്തി. ചരിത്ര പൈതൃകങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന അടുക്കള സംവിധാനങ്ങളും ബോയിലറുകളും ചിമ്മിനികളും അടിയന്തരമായി നീക്കം ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്ലബിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇത് വളരെ കഠിനമായ നടപടിയാണെന്നും അടുക്കളയും കവാടവും അടച്ചാൽ ക്ലബിന്റെ പ്രവർത്തനം പൂർണ്ണമായി തകരുമെന്ന് വാദിച്ചെങ്കിലും സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചു. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് 179 ഏക്കറോളം വരുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി കൈയടക്കി വെച്ച് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി VIP-കൾക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഇത്തരം അടച്ചിട്ട സാമൂഹിക കോട്ടകൾക്കെതിരെ പൊതുസമൂഹത്തിൽ പണ്ട് ശക്തമായ വിമർശനമുണ്ട്. വസ്ത്രധാരണത്തിന്റെ പേരിൽ വംശീയ അധിക്ഷേപം നടത്തിയതുൾപ്പെടെ നിരവധി വിവാദങ്ങളുടെ ചരിത്രമുള്ള ക്ലബ്ബാണിത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്നതും ഡൽഹിയുടെ പച്ചപ്പ് നിലനിർത്തുന്നതും തങ്ങളാണെന്ന് ക്ലബ് അധികൃതർ വാദിക്കുമ്പോഴും പൈതൃക സംരക്ഷണത്തിലും പൊതുസമ്പത്തിന്റെ വിനിയോഗത്തിലും സുപ്രീം കോടതി എടുത്ത തീരുമാനം ഇന്ത്യയിലെ എലൈറ്റ് ക്ലബ്ബുകളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്.